ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചു. അതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു. നെയ്യ് ചൂടായപ്പോഴേക്കും കഴുകി വെച്ചേക്കുന്ന ചെറുപയർ പരിപ്പിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഈ ചെറുപയർ പരിപ്പിൻ്റെ നനവൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ വേവ് തന്നെ മതി. ഇനി ഇതിലോട്ട് രണ്ടാം പാലൊഴിച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഞാനിവിടെ ശുദ്ധമായ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 2.5 തേങ്ങ, 5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഈ പാലെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാലാണ് ഇതിനൊന്നും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കിലോ പരിപ്പിലോട്ട് 1 കിലോ ശർക്കരയാണ് പാനി ആക്കിയിട്ടുള്ളത്. ശർക്കര പാനി ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ചെറിയ ജീരകവും ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പയറ് വേവില്ല. ഇതൊന്ന് ഇളക്കി സെറ്റായതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ തീ ഓഫാക്കി വെക്കണം. കാരണം 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് തിളപ്പിക്കാൻ പാടില്ല. അതിൽ ഓൾറെഡി നല്ല ചൂടുണ്ടാകും. ഒന്നെങ്കിൽ ഓഫാക്കുക, അല്ലെങ്കിൽ ചെറിയ തീയിൽ വെക്കുക. അത് ആ പാലൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി. അല്ലാണ്ട് അതൊരിക്കലും തിളയ്ക്കാൻ പാടില്ല. അങ്ങനെ അതൊന്ന് സെറ്റായതിന് ശേഷം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഒക്കെ നെയ്യിൽ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യും ഉണ്ട്. അപ്പോൾ നെയ്യും ആ വറുത്തെടുത്ത നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഒന്ന് നമ്മുടെ പായസത്തിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമാണിത്. നമ്മൾ നല്ല തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്